ഹായ് ഓൾ, വെൽക്കം ടു ലിറ്ററിക്കൽ എജ്യൂസോൺ. അപ്പൊ നിങ്ങൾ പലരും നമ്മളോട് പലപ്പോഴായിട്ട് ചോദിച്ചൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് വർക്കിന് നോട്ടിഫിക്കേഷൻ വരാത്തത്, ഇനിയിപ്പോ വർക്കിന് നോട്ടിഫിക്കേഷൻ വരുമോ എന്നുള്ള കാര്യം. അപ്പൊ അതിൽ ഒഫീഷ്യൽ ആയിട്ട് ഒരു കൺഫർമേഷൻ അവിടെ വന്നിട്ടുണ്ട്. ഒഴിവുകൾ KSEBയിലെ ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറഞ്ഞ പോസ്റ്റുകളിലേക്കുള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഇതിലുള്ളതെന്നും അതേപോലെ ഫിസിക്കൽ ഫിസിക്കൽ എന്തൊക്കെയാണ് വേണ്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് കണ്ടന്റ് നോക്കാം. നമുക്കിവിടെ ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിലെ ഒഴിവുകൾ കേരള PSC അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് കഴിഞ്ഞ ദിവസം നടന്ന ഫുൾ ടൈം ഡയറക്ടർമാരുടെ യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ തസ്തികയുടെ യോഗ്യതകൾ താഴെ കാണിച്ചിരിക്കുന്ന പ്രകാരം ഭേദഗതി ചെയ്യുവാൻ തീരുമാനിച്ചു. യോഗ്യത എന്തൊക്കെയാണ്? ഉദ്യോഗാർത്ഥികൾക്ക് താഴെ കൊടുത്തവ ഉണ്ടായിരിക്കണം. SSLC അല്ലെങ്കിൽ അതിന് തുല്യമായ പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിൽ സർക്കാർ അംഗീകൃത 2 വർഷത്തെ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതാണ് ക്വാളിഫിക്കേഷൻ. പിന്നെ കൂടാതെ ഫിസിക്കൽ ശാരീരിക നിലവാരം പറഞ്ഞേക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഉയരം പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് 5 അടി 2 ഇഞ്ച് 157.48 സെന്റിമീറ്ററും വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് 4 അടി 9 ഇഞ്ച് 144.78 സെന്റിമീറ്ററും ഉണ്ടായിരിക്കണം. കാഴ്ച സാധാരണ കാഴ്ച ഉണ്ടാവണം. അതായത് വർണ്ണാന്തതയിൽ നിന്ന് വ്യക്തമായിരിക്കണം. പിന്നെ പുറം ജോലികൾക്ക് ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം. അപ്പൊ ഇതെന്താ ഒഫീഷ്യൽ ആയിട്ട് വന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് സൈറ്റിലൊന്നും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് റിപ്പോർട്ടർ ചാനലിന്റെ ന്യൂസിൽ ഇത് കൃത്യമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിന്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതായത് ഇലക്ട്രിസിറ്റി വർക്കർ നിയമനത്തിലുള്ള യോഗ്യത പുതുക്കി നിശ്ചയിച്ച് KSEB ഉത്തരവിറക്കി. ഇലക്ട്രിസിറ്റി വർക്കർ നിയമനത്തിന് ഇനി 4ാം ക്ലാസ് പാസ്സായ 10ാം ക്ലാസ് പാസ്സാകാത്തവരെ നിയമിച്ചിരുന്ന രീതി മാറ്റിയാണ് പുതിയ രീതി നിശ്ചയിച്ചത്. നേരിട്ടുള്ള നിയമനങ്ങൾ SLC തത്തുല്യ പരീക്ഷയോ പാസ്സായവരെയാണ് പരിഗണിക്കുക. പിന്നെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വയർമാൻ ട്രേഡ് 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയാവണം. വർക്കർ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നും ഡയറക്ടർ ബോർഡ് നിർദ്ദേശിച്ചു. ഓക്കെ. അപ്പോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് PSCക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വർഷം ഡിസംബറിൽ നിങ്ങൾക്ക് അറിയുന്ന ബൾക്ക് നോട്ടിഫിക്കേഷൻസ് PSC പുറത്തിറക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏജ് ഏജ് കട്ട് അതായത് ഏജ് വയസ്സ് കുറെ 36 വയസ്സായിരിക്കും പറയുന്നുണ്ടാവാം, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 36 വയസ്സ് തികയുന്നവർക്കൊക്കെ എന്താ ഈ ഡിസംബറിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇലക്ഷൻ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ഡിസംബറിൽ വരുന്ന ബൾക്ക് നോട്ടിഫിക്കേഷനിൽ ചിലപ്പോൾ എന്താ ഈ ഒരു ഇലക്ട്രിസിറ്റി വർക്കർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഡിലേ ആവുന്നില്ല അറിയില്ല. പക്ഷെ മോസ്റ്റ് പ്രോബ്ലം എന്താ ഈ ഡിസംബറിൽ തന്നെ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇലക്ഷൻ വരുവാണ്. അപ്പോൾ കുറെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ജനുവരിയിൽ ഇനിയിപ്പോ അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കുറെ പേർക്ക് എന്താ അപ്ലൈ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടോ. നമ്മളെപ്പോഴും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവുക ഈ 1-1 എന്നുള്ള രീതിയിൽ ബേസ് ചെയ്താണ് നിങ്ങളുടെ ഏജ് പറയാറല്ല. അപ്പൊ ഈ ഒരു ഡിസംബറിൽ തന്നെ എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഏജ് പൂർത്തിയാവുന്നവർക്ക് കുറെ പേർക്ക് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടാവും. ഓക്കെ. അപ്പോ ഡിസംബറിൽ വരുന്ന ബൾക്ക് നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.